ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുമ്പോൾ എറർ വരുന്ന ഒരു ഇഷ്യൂ, അത് എന്തുകൊണ്ടാണ് വരുന്നതും അതിന് എന്താണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും പറയുന്ന ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. ഇത് പല വാഹനങ്ങളിലും ഈ പ്രശ്നം വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ മീറ്ററായിട്ടുള്ള വാഹനങ്ങളിൽ ഇത് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു എററാണ്. അത് കിട്ടുന്നല്ല, ഒരുപാട് വാഹനങ്ങളിൽ കണ്ടുവരുന്ന എററാണ്. ഇതിന് ചെയ്യേണ്ടത് എന്താണ്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അതായത് അങ്ങനെ നിങ്ങൾക്ക് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇഷ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പെട്രോൾ എപ്പോഴും ഫില്ല് ചെയ്താലും പെട്രോൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടി ഓഫാക്കിയതിന് ശേഷം മാത്രം പെട്രോൾ അടിക്കുക. അതായത് നമ്മളിപ്പോൾ ഫ്യൂൽ പമ്പിൽ പോകുന്നു, ഫ്യൂൽ അടിക്കാൻ വേണ്ടി നിർത്തിയതിന് ശേഷം വണ്ടി എൻജിൻ ഷട്ട് ഓഫ് ചെയ്യുക. എൻജിൻ ഷട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നിഷൻ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മൾ ഇഗ്നിഷൻ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം നമുക്ക് ടാങ്ക് ഓപ്പൺ ചെയ്യുക. ടാങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്യൂൽ അടിക്കുക. ഒരു കാരണവശാലും അതിൻ്റെ ഇടയ്ക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യാനേ പാടില്ല. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് എറർ വരാനുള്ള ചാൻസ് കൂടുതൽ. മിക്ക ഉള്ളവരും വണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ഉള്ളവരും വണ്ടി ഓഫ് ചെയ്യില്ല. ഓഫ് ചെയ്യാതെ എണ്ണ അടിക്കുന്നത് കൊണ്ടാണ്, ഫ്യൂൽ അടിക്കുന്നതുകൊണ്ടാണ് എറർ വരുന്നത്, സെൻസർ എറർ വരുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെ ഇത് നമുക്ക് ഒഴിവാക്കാമെന്ന് പറയാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫ്യൂൽ അടിച്ച് അബദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓൾറെഡി നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരി എറർ ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ഒരു 20 മിനിറ്റ് റിമൂവ് ചെയ്യുക. നമ്മളെ ബാറ്ററിയുടെ ടെർമിനൽ ഒരു 20 മിനിറ്റ് റിമൂവ് ചെയ്തിടുക. ഈ 20 മിനിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ECU റീസെറ്റ് ആവാനുള്ള ടൈമാണ്. ECU എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഒരു ഘടകമാണ്. അപ്പം ECUം BCM റീസെറ്റ് ആവുന്ന സമയമാണ് ബാറ്ററി ടെർമിനലിൽ ഒരു 20 മിനിറ്റ് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തിട്ട് 20 മിനിറ്റ് റീകണക്ട് ചെയ്തിട്ട് നോക്കുക. 50% ചാൻസ് ആ സമയത്ത് നമ്മൾ ഫ്യൂവൽ ഉണ്ടെങ്കിൽ ഫ്യൂവൽ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയണത്, ഒരു 1000 രൂപയ്ക്കും കൂടെ ഫ്യൂൽ അടിക്കുക. മിനിമം ഒരു 5 ലിറ്ററെങ്കിലും അടിക്കണം. ഈ 5 ലിറ്റർ എന്ന് പറയാൻ കാരണം, നമ്മൾ റെഡിൽ മിനിമം 8 ലിറ്ററെങ്കിലും ഉണ്ടാവും. പിന്നെ ഓരോ കട്ടയ്ക്കും 4 ലിറ്റർ വെച്ചാണ് വരുന്നത്. അങ്ങനെ 28 ലിറ്ററാണ് നമ്മളുടെ ടാങ്ക് കപ്പാസിറ്റി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ, അത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളകത്ത് ബാറ്ററി ടെർമിനൽ ഊരിയിട്ടതിന് ശേഷം ഫ്യൂൽ അടിച്ച് വെക്കുക. ഫ്യൂൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ബാറ്ററി ടെർമിനൽ ഊരി ഫ്യൂലും അടിച്ച് എന്നിട്ടും ആ ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കേണ്ടി വരും. കാരണം സർവീസ് സെൻറ്ററിൽ കാണിക്കുമ്പോഴത്തേക്ക് വാറണ്ടിയുള്ള വണ്ടികളാണെങ്കിൽ അവർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻസറായിട്ട് മാറ്റില്ല. ഫ്യൂൽ പമ്പ് മൊത്തത്തിൽ മാറ്റും. ഫ്യൂൽ പമ്പ് മൊത്തത്തിൽ മാറ്റുന്നത് നല്ല ചാർജാണ്. ഏതാണ്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഞാൻ എമൗണ്ട് പറയുന്നില്ല, കാരണം പല സമയത്ത് പല റേറ്റാണ് വരുന്നത്. എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പം പഴയ വണ്ടികൾക്കാണെങ്കിൽ അതിൻ്റെ ഇപ്പം എന്താ പറയുക, ഓൺലൈനിലൊക്കെ അതിൻ്റെ ഇത് സെൻസർ കിട്ടുന്നുണ്ട്. സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂൽ ഫ്ലോട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയാൽ അത് ശരിയാകുന്നതാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഫ്യൂൽ അടിക്കുമ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് തന്നെ അടിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതിന്, ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് ഫ്യൂൽ അടിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കിഡ് പോലുള്ള വണ്ടികളിൽ ഫ്യൂൽ പൈപ്പ് നമ്മൾ അടിക്കുന്ന അതിൻ്റെ പൈപ്പ് വളരെ വളരെ കനം കുറഞ്ഞ പൈപ്പാണ്. അപ്പം ആ എയർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തള്ളുകയും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ അവർ ഫുള്ളിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി ടാങ്ക് ഫുള്ളായിട്ട് കാണിക്കുകയും ഫ്യൂൽ പുറത്ത് പോവുകയും ചെയ്യും. അത് എയർ തള്ളുന്നതാണ് പുറത്തോട്ട്. അപ്പം അത് ഏറ്റവും സ്പീഡ് കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ടിപ്പാണ്. ഏറ്റവും സ്പീഡ് കുറച്ച് അടിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.